നല്ല കാര്യത്തിന് മുമ്പ് ദുശകനമാണല്ലോ. നിങ്ങൾ എവിടെ വല്ല പോവാൻ തീരുമാനിച്ചു പോകുന്ന പോലെ തോന്നിയില്ല കണ്ടപ്പോ? അല്ല, ഞങ്ങള് ഒരു ടൂർ പോവുക, കുറച്ചാളത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. ആണോ? അയ്യോ, കുറച്ചാളില്ലേ നിങ്ങളപ്പം? എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ? അതാണ് ഈ ടൂറിന്റെ പ്രത്യേകത. ഞങ്ങൾ ഈ ടൂർ പോകേണ്ട സ്ഥലം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ നേരെ എയർപോർട്ടിൽ ചെല്ലുന്നു, ആദ്യം സ്റ്റാർട്ടാക്കി ന്യൂട്രലാക്കി ഇട്ടേക്കുന്ന വിമാനത്തിൽ കയറിയിരിക്കുന്നു, എന്നിട്ട് തീരുമാനിക്കുന്നു. അല്ല, ഇതൊക്കെ നടക്കൂ? പിഷാരടി നടക്കാതിരിക്കാനാണല്ലോ ഫ്ലൈറ്റിന് പോകുന്നത്. ഹലോ, സംസാരിച്ച് നിന്നാ മതിയോ? പോവാ. എവിടെ 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 പോകും? അല്ല, നമ്മള് ടൂർ പോവുകയല്ലേ. ആരും ടൂർ പോകണം? ഞങ്ങള് മൂന്നുപേരും ടൂർ പോകുന്നു. മാനേജർ ഇവിടെ നിന്നാ മതി. ഞാനില്ല. നിങ്ങളില്ല, ഞാനും ഭാര്യയും. ഇവളെ കൊണ്ടുപോകും, എന്റെ കൊണ്ടുപോകില്ല. അത് നടക്കൂല. ഞാൻ പോണത് മേഡത്തിന്റെ കാര്യം നോക്കാൻ വേണ്ടി. അപ്പൊ സാറിന്റെ കാര്യം നോക്കാൻ ആള് വേണ്ടേ? എന്റെ പൊന്ന് പിഷാരേ, സലിമേട്ടാ, ഈ സാറിന്റെ കാര്യം അറിയാമോ? എന്റെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. ഒരു കൊയിൻ താഴ്ത്ത് വീണാ കുനിഞ്ഞെടുക്കൂല, ഞാൻ എടുത്തു കൊടുക്കണം. കുറഞ്ഞൊറിഞ്ഞാൽ ഞാൻ മാന്തി കൊടുക്കണം. രാവിലെ 10 പ്രാവശ്യം പല്ല് തേക്കാൻ പറഞ്ഞാലേ പല്ല് വെക്കുള്ളൂ. ഈ സാറ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പല്ല് തേക്കാതിരുന്ന അതിന്റെ നാണക്കേട് നമ്മൾ ഇന്ത്യക്കാർക്കല്ലേ? അതിന് മൗത്ത് വാഷ് ഉപയോഗിച്ചോളാം, മറ്റേ സഹായം വേണ്ട. എന്നാലും എന്നെ കൊണ്ടുപോകൂല. ഇല്ല, അതായത് ഞങ്ങൾ ടൂർ പോകുമ്പോ താൻ ഇവിടെ നിന്നാ മതി. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാതെ പോയാൽ ഇത് എങ്ങനെ ശരിയാവും? ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബേബി മൂൺ പ്രമാണിച്ചിട്ട് കാശുള്ളതല്ലേ, 7 മഹാത്ഭുതങ്ങൾ കാണാനായിട്ട് കൊണ്ടുപോകും അല്ലേ? അതെ, 7 മഹാത്ഭുതം ഒക്കെ കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ ചേട്ടൻ എന്നെ കാണിച്ചു തന്നല്ലേ? ഞാൻ കാണിച്ചു തന്നു. എവിടെ വെച്ചിട്ട്? ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് 7 എണ്ണം. 1 ചേട്ടന്റെ അമ്മ, എന്റെ അമ്മായിയമ്മ. 2 ചേട്ടന്റെ അച്ഛൻ, എന്റെ അമ്മായി അച്ഛൻ. പിന്നെ 2 പെങ്ങന്മാര്, അവരെ കെട്ടിയിരിക്കുന്ന 2 അളിയന്മാര്. പിന്നെ ആദ്യത്തെ അളിയനും പെങ്ങൾക്കും കൂടെ ഉണ്ടായ ഒരു കൊച്ചൈറ്റം. 7 എണ്ണം തികച്ച വീട്ടിലുണ്ട്. മേഡം, നമുക്ക് ചരിഞ്ഞ ഗോപുരം കാണാൻ പോയാലോ? ഓ ശരിയാ, ഈ പിസയിലെ ഗോപുരം കാണണമെന്ന് എനിക്കും ഉണ്ടാകും. അത് ഞാൻ ആലോചിക്കാത്ത വിഷയമൊന്നും അല്ല. ഞാൻ ആലോചിക്കാണ്ട് ഈ ചരിഞ്ഞ ഗോപുരം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ കുറച്ച് ഫണ്ട് കൊടുത്തിട്ട് ഒന്ന് നേരെയാക്കി നിർത്തിയിട്ട് എന്റെ നിന്റെ ഫ്ലെക്സ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പോരാ. എനിക്ക് മനസ്സിലായി, നമ്മളെ ഇവിടെ ജംഗ്ഷനിലൊക്കെ കാണുന്ന പോലെ MP-യുടെ ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ കൊണ്ടുണ്ടാക്കിയ ബസ് സ്റ്റാൻഡ്, അതുപോലത്തെ സാധനല്ലേ? അത് നല്ലതാ ചേട്ടാ. അതെ, അങ്ങോട്ടൊന്നും പോകണ്ടിട്ട്. ആ രാജ്യത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. അയ്യോ, തണുപ്പാണെങ്കിൽ എനിക്ക് പറ്റൂല, എനിക്ക് വലിവുള്ളതാ. എന്നാ പിന്നെ നമുക്കേ ഈജിപ്തിൽ പോയിട്ട് മമ്മീനെ കണ്ടാലോ? കഴിഞ്ഞ ആഴ്ചയല്ലേ നീ അമ്മനെ കാണാനും പറഞ്ഞു ഇവിടുന്ന് പോയത്? ഇതാ മമ്മി അല്ല. മേഡം ഉദ്ദേശിച്ചത് അതല്ല, ഇങ്ങനെ ഇരിക്കണം പിരമിഡില്ലേ, അത് ഇങ്ങനെ ചാരി വെച്ചേക്കണ പോലത്തെ. ചൂടാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ. എടി, അവിടെ പോയാ ഭയങ്കര തണുപ്പാണെന്നേ. ചേട്ടൻ പറയുന്ന സ്ഥലത്ത് ഭയങ്കര ചൂടാന്നേ. ഈ തണുപ്പത്തോട്ട് പോവാൻ ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? ചൂടുള്ള സ്ഥലത്ത് നിൽക്കാൻ എനിക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? തണുപ്പ് എനിക്ക് പറ്റൂല. ചൂട് എനിക്ക് തീരെ പറ്റില്ല എന്ന് പറഞ്ഞെന്താ മനസ്സിലാവട്ടെ? എനിക്ക് തണുപ്പത്ത് പോവാൻ പറ്റൂല. ചൂട് സഹിക്കാൻ എനിക്കും പറ്റത്തില്ല. പിന്നെ തണുപ്പത്തോട്ടല്ലേ പോണത്? എന്നാ പിന്നെ എങ്ങോട്ടും പോണ്ട. അതെ മോളു, വഴക്കിടല്ലേ, നമുക്ക് ടൂർ പോകാം. ആദ്യം ഇവിടെ ഇത്ര ആൾക്കാരൊക്കെ ഇരിക്കണല്ലേ, ഇത്ര ഒച്ചെടുത്ത് കഴിഞ്ഞാൽ നീ ആദ്യം നിന്റെ വായന്ന് നടക്ക്. മോളെ, ആ പെട്ടിയൊക്കെ ഒന്ന് നടക്ക്, ആ വാതിലും നടക്കണേ. പോകാം.